ഹായ് കുട്ടീസ്, എല്ലാവരും സുഖായിട്ടിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരുന്നോ? അതിൽ എന്തൊക്കെയാ പഠിക്കാനെന്നറിയോ? കഥകളുണ്ട്, പാട്ടുകളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്, ലെറ്റേഴ്സുകളുണ്ട്, വേർഡ്സുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം ട്ടോ. ഓക്കേ, ഇന്ന് നമ്മൾ അതിൽ എന്താ പഠിക്കാൻ പോകുന്നത് എന്നറിയോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വൊവൽസ് ആൻഡ് കോൺസണന്റ്സ്. ഓക്കെ, അതെന്താന്ന് മിസ് പറഞ്ഞുതരാം ട്ടോ. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? A to Z വരെ മിസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതിന് പേര് പറയല്ലോ, എന്താണ്? വെരി ഗുഡ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഹൗ മെനി ലെറ്റേഴ്സ് ആർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സുകൾ ഉണ്ട്? വെരി ഗുഡ്, എത്ര ഉണ്ട്? 26. ഓക്കെ, ഇതൊരു ക്ലാസ് റൂം ആണോ നിങ്ങൾ വിചാരിക്കാം. ഈ ക്ലാസ് റൂമില് എ എന്നുള്ള കുട്ടിയുണ്ട്, ബി എന്നുള്ള കുട്ടിയുണ്ട്, സി എന്നുള്ള കുട്ടിയുണ്ട്, ഡി എന്നുള്ള കുട്ടിയുണ്ട്, ഇ എന്നുള്ള കുട്ടിയുണ്ട്, അങ്ങനെ Z വരെ പേരുള്ള കുട്ടികളുണ്ട്. ഇതില് 5 കുട്ടികള് എല്ലാവരെയും സഹായിക്കുന്ന കുട്ടികളാണ്. ഓരോ മിസ് മാറ്റി നിർത്തുക കേട്ടോ. ഇവിടെ നോക്കണേ, ആ കുട്ടികള് എ എന്നുള്ള കുട്ടി എല്ലാരെയും സഹായിക്കുന്ന കുട്ടിയാണ്. അപ്പൊ മിസ് അവനെ താഴോട്ട് ഒട്ടിച്ചു. ഓക്കെ, അടുത്ത ആള് ഇ എന്നുള്ള കുട്ടി എല്ലാരെയും സഹായിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഓനെ എന്റെ അടുത്തേക്ക് ആക്കി ഒട്ടിച്ചു. അടുത്തത് ഐ എന്നുള്ള കുട്ടി എല്ലാരെയും സഹായിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഇവരെടുത്തേക്കാണ്ട് ഒട്ടിച്ചു. അടുത്ത ആള് ഓ എന്നുള്ള കുട്ടി എല്ലാരെയും സഹായിക്കുന്ന ആളാണ്. അപ്പൊ 4 ആളായിട്ടോ, 4 ആളായി. ഇനി ഒരാളൂടെ ഉണ്ട്, യു എന്നുള്ള ആളും എല്ലാരെയും സഹായിക്കുന്ന ആളാണ്. അപ്പൊ ഇവരൊക്കെ പാടെ മിസ് ഒരു ടീമാണ്ടാക്കി. കണ്ടോ, ഇവര് 5 ആളും ഒരു ടീമായി. ഈ ടീമിന് മിസ് ഒരു പേരിടാൻ പോവാണ്. ഈ ടീമിന് പറയുന്ന പേരാണ്, ഈ 5 ആൾക്കാർ വരുന്ന ടീമിന് പറയുന്ന പേരാണ് വൊവൽസ്. ഓക്കെ, ഈ 5 പേരെ മിസ് ഒരു ടീമാക്കി. ആ ടീമിന് ഒരു പേരിട്ടു, എന്താണ്? വൊവൽസ്. ഇനി അതുപോലെ നമുക്ക് ഇവർക്ക് ഒരു ടീം ഇട്ടാലോ? ഇവരെല്ലാരെയും ഒരു ടീമാക്കി, ഇവരുടെ ടീമിന് ഒരു പേരിട്ടു, എന്താണ്? കോൺസണൻസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് ലെറ്റേഴ്സിനെ 2 ടീമാക്കിയില്ലേ? ഏതൊക്കെ ടീമ്? വൊവൽസ് പിന്നെ കോൺസണൻസ്. വൊവൽസിൽ ആരൊക്കെയാണുള്ളത്? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, അടുത്ത സെക്കൻഡ് ടീം ആണ് എന്ത്? കോൺസണൻസ്. കോൺസണൻസിൽ ആരൊക്കെയുള്ളത്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇവരെല്ലാരും കോൺസണൻസ്. ഇവർ 5 ആള് മാത്രം വൊവൽസ്. ഓക്കെ, മറക്കോ? വൊവൽസ് ടീമിൽ ആരൊക്കെയുണ്ട് ഒന്ന് ഓർത്തേ. വൊവൽസ് ടീമിൽ ആരൊക്കെയുള്ളത്? 5 ആളുകളാണുള്ളത്. ആരൊക്കെ? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, എ, ഇ, ഐ, ഒ, യു ഒന്ന് പറഞ്ഞേ. എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. വൊവൽസ് ടീമിൽ ആരൊക്കെയുള്ളത്? ഈ ടീമിലുള്ള ആളുകൾ നമ്മൾ മറക്കാനേ പാടില്ല കേട്ടോ. നമ്മള് ഈ വൊവൽസ് ടീമിലുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വൊവൽസ് ടീമിലുള്ള ഒരാളെയും മറക്കാൻ പാടില്ല. വൊവൽസ് ടീമിൽ ആരൊക്കെയാണുള്ളത്? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? ഇംഗ്ലീഷ് ലെറ്റേഴ്സിന് 2 ടീമാക്കി അല്ലെ? ഏതൊക്കെ ടീം? കോൺസണൻസ് ആൻഡ് വൊവൽസ്. വൊവൽസ് ടീമിൽ എത്ര ആളുകളുണ്ട്? 5 ആളുകൾ. ആരൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ബാക്കി വരുന്ന ലെറ്റേഴ്സുകളൊക്കെ ഏത് ടീമാണ്? കോൺസണൻസ് ടീമില്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നാളെ നമുക്ക് പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.